നമസ്കാരം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് എന്താ പറയുക, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉടനെ പോയി ആത്മഹത്യ ചെയ്യുക. നമ്മൾ അത് ചിന്തിക്കുമ്പോൾ, നമ്മൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കുക അത് ശരിയാണെന്ന്. പക്ഷേ അതൊരു തെറ്റായ നടപടിയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല സാഹചര്യങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. നമുക്ക് ആത്മഹത്യ ചെയ്യാനുള്ളൊരു പ്രവണത വരും. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, അത് നമ്മൾ ജീവിച്ച് തീർക്കുക തന്നെ വേണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള അല്ല ഈ ജീവിതം. കാര്യം എന്തിനാ വെറുതെ ഒരു ആത്മഹത്യ കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്? ഇപ്പോൾ പ്രേമനൈരാശ്യം, അതുപോലെ സാമ്പത്തിക പരാജയം, ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ കാരണങ്ങൾ. സാമ്പത്തിക പരാജയം വന്നു എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യേണ്ട പല ആവശ്യങ്ങളുമില്ല. നമുക്ക് അതിനെ നേരിടാൻ പല വഴികളുണ്ട്. എത്രയോ പേര് അതിനെ അതിജീവിക്കുന്നു. കഞ്ഞി പോലും കുടിക്കാൻ വകയില്ലാതെ കടത്തിലായി ദിവസവും ചിരിച്ചുകൊണ്ട് നടക്കുന്നത് എത്ര പേരെ എനിക്കറിയാം. നമ്മൾ ചെറുപ്പം മുതലേ ഞാൻ പറയുകയാണെങ്കിൽ അതിന് പിള്ളേരെ സജ്ജമാക്കണം. പിള്ളേരെ അടച്ചുപൂട്ടി വളർത്തുക, അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇത് ഭാവിയിലേക്ക് ഇങ്ങനത്തെ പ്രവണതയിലേക്ക് നീങ്ങുന്നത്. പിള്ളേരെയൊക്കെ നമ്മൾ കളിക്കാൻ വിടണം, മറ്റുള്ളവരുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ പഠിപ്പിക്കണം, നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കണം. അതായത് പിള്ളേരുടെ മുമ്പിൽ നിന്ന് മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തുക. എന്നിട്ട് അവരെ നല്ല രീതിയിൽ വളർത്തി മറ്റുള്ള സമൂഹത്തിൽ ഇണങ്ങി ജീവിക്കാൻ പ്രാപ്തരാക്കുക. കളിക്കാൻ വിടുക, വൈകുന്നേരം കളിച്ച് വളരട്ടെ. അവർ വെറും പഠിത്തം മാത്രമായതുകൊണ്ട് കാര്യമില്ല. ഇങ്ങനെ വെറുതെ ഇട്ട് റൂമിനകത്തിട്ട് വളർത്തുമ്പോഴാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാതെ ഈ ചെറുപ്പത്തിലായാലും അവർ ആത്മഹത്യ ചെയ്യുന്ന. ഇവർ വലുതായി പോകുമ്പോഴേ ഈ പ്രവണത പോകുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളങ്ങനെ പേടിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിക്കരുത്. അനിയന്മാരെ, അനിയത്തിമാരെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ, നമ്മൾ നേരിടണം. എവിടെ വന്നാൽ പോട്ടെ പുല്ലെന്നും പറഞ്ഞ് നേരിടണം. എന്നിട്ട് മതി ബാക്കി കാര്യം. അല്ലാതെ എന്തെങ്കിലും വന്നു, ഒരുത്തൻ ചതിച്ചിട്ട് പോയി, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ചതിച്ചിട്ട് പോയി എന്നും പറഞ്ഞ് നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മളടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മൾ അന്ന് ചെയ്യാൻ പോയത് തെറ്റല്ലേ എന്ന്. അത് ഒരു 5 മിനിറ്റ് ചിന്തിച്ചാൽ മതി. പെട്ടെന്നുള്ള ഇത് കൊണ്ട് തോന്നുന്ന, എനിക്ക് വരെ തോന്നാറുണ്ട് ചില സമയങ്ങളിൽ കേട്ടോ. ഇത് പറയുന്നതല്ല, കുറ്റം പറയുന്നതല്ല. അപ്പം നമ്മൾ ആ പ്രവണത മാറ്റിയെടുക്കണം. എല്ലാവരും അടിച്ചു പൊളിക്കുക. സാമ്പത്തിക പരാജയം ഉള്ളതുകൊണ്ട് ജീവിക്കുക. നാളെ രക്ഷപ്പെടും. ഞാനല്ലേ പറയുന്നത്. അങ്ങനെ സാമ്പത്തികം ഉന്നതിയിലൊന്നും ജീവിക്കുന്നവർ മാത്രം ജീവിച്ചാൽ മതിയോ? ഞാനൊരു മിഡിൽ ക്ലാസ്സുകാരനാണ്. എനിക്കും അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞാനും ജീവിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരിക്കലും പിൻവാങ്ങരുത്. നമ്മൾ ജീവിതത്തെ, സമ്മർദ്ദത്തെ അതിജീവിച്ച് ജീവിക്കണം.